ഈ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഒരു എ സി വാങ്ങാൻ വേണ്ടി നിങ്ങൾ കടയിൽ പോയാലോ അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയാലോ എന്താണ് സംഭവിക്കുന്നത്? നൂറുകണക്കിന് മോഡലുകൾ, പലതരം ഫീച്ചറുകൾ, കൺവെർട്ടബിൾ മോഡുകൾ, സ്മാർട്ട് എ സികൾ. ശരിക്കും നിങ്ങളുടെ തല കറങ്ങിപ്പോകുമല്ലേ? പ്രത്യേകിച്ച് വീഡിയോ എഡിറ്റിംഗും കണ്ടന്റ് ക്രിയേഷനുമായി മണിക്കൂറുകളോളം അടച്ചിട്ട മുറിയിൽ സിസ്റ്റത്തിന് മുന്നിൽ ചെലവഴിക്കുന്നവർക്ക് കൂളിംഗ് കുറഞ്ഞാലുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ. സിസ്റ്റത്തിന്റെ ചൂടും പുറത്തെ ചൂടും കൂടുമ്പോൾ കൃത്യമായ കൂളിംഗും കുറഞ്ഞ ശബ്ദവുമുള്ള ഒരു എ സി അത്യാവശ്യമാണ്. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ മാർക്കറ്റിലെ 3 വമ്പന്മാരെയാണ്. 2026 പുതിയ മോഡലുകളായ പാനസോണിക്, ഡൈക്കിൻ, പിന്നെ ബ്ലൂ സ്റ്റാർ. ഈ 3 1.10 5 സ്റ്റാർ എ സികളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യം? കൂളിംഗ് കപ്പാസിറ്റി, സ്മാർട്ട് ഫീച്ചറുകൾ, കറണ്ട് ബിൽ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി കടക്കാർ പറയാത്ത വാറന്റിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ എല്ലാം നമ്മൾ ഇന്ന് വിശദമായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞങ്ങളുടെ ആ അഫിലിയേറ്റഡ് ലിങ്ക് ഉപയോഗിക്കുക. നിങ്ങൾക്ക് ₹1 പോലും അധികം വരില്ല. ഒപ്പം ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ഞങ്ങളുടെ ടീമിനെ അത് സഹായിക്കുകയും ചെയ്യും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും നോക്കാം. പാനസോണിക്കിന്റെ ഇൻഡോർ യൂണിറ്റിലേക്ക് വന്നാൽ ഇതൊരു പ്ലാസ്റ്റിക് ബോഡിയാണ്. ഇതിന്റെ നിർമ്മാണ നിലവാരം ശരാശരിയാണ്, എന്നാൽ മോശമല്ല, പക്ഷേ പ്രീമിയം ആണെന്ന് പറയാൻ പറ്റില്ല. ഡിസ്പ്ലേ മധ്യഭാഗത്തായിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ ക്ലിയർ ആണ്. രാത്രി സമയത്ത് ഉറങ്ങാൻ നേരത്ത് ഈ ഡിസ്പ്ലേയിലെ വെളിച്ചം ബുദ്ധിമുട്ടാകുന്നുണ്ട് എങ്കിൽ റിമോട്ട് വഴി അത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനും സാധിക്കും. എന്നാൽ ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാനസോണിക് വലിയൊരു മാറ്റം തന്നെ വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സമചതുരാകൃതിയിലുള്ള ഗ്രില്ലിൽ നിന്ന് മാറി 2026 മോഡലിൽ എംബ്രോസ്ഡ് പാറ്റേണോട് കൂടിയ വൃത്താകൃതിയിലുള്ള ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. മെറ്റൽ ബോഡിയും പ്ലാസ്റ്റിക് മെഷ് ഗ്രില്ലും ഒപ്പം കോയിലുകളിൽ ബ്ലൂ ഷീൽഡ് കോട്ടിങ്ങും വരുന്നുണ്ട്. ഇനി ഡൈക്കനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2026 ഡൈക്കൻ അവരുടെ ഇൻഡോർ യൂണിറ്റുകളുടെ രൂപത്തിൽ വളരെ പ്രീമിയമായ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതിയ മോഡലുകളുടെ താഴെയായി വളരെ വീതിയുള്ള ഒരു സിൽവർ സ്ട്രിപ്പ് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ ബെഡ്റൂമിനോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന മുറിക്കോ ക്ലാസിക് ആയിട്ടുള്ള ഒരു ലുക്ക് നൽകും. ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ഡൈക്കിൻ വാങ്ങാൻ പോകുമ്പോൾ പഴയ മോഡലുകളിൽ യു എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത് എങ്കിൽ 2026 മോഡലുകളിൽ എക്സ് ആണ് നൽകിയിരിക്കുന്നത്. ഡൈക്കിന്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയും ബിൽഡും വളരെ മികച്ചതാണ്. ഇനി നമ്മൾ ബ്ലൂ സ്റ്റാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എ സികളിൽ വെച്ച് ലുക്കിന്റെ കാര്യത്തിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് ബ്ലൂ സ്റ്റാർ ആണ്. ഇവരുടെ പുതിയ ക്യൂ സീരീസിൽ വളരെ മനോഹരമായ ഒരു വുഡൻ ഫ്രെയിം ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൂളിങ്ങിനെ പറ്റിയും കപ്പാസിറ്റിയെ പറ്റിയും പറയാം. ഒരു എ സി വാങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? നല്ല തണുപ്പ് കിട്ടുമോ എന്നാണ്. നമ്മൾ പണം കൊടുക്കുന്നത് 1.10 എ സിക്കാണ്, പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ 1.10 കൂളിംഗ് കിട്ടുന്നുണ്ടോ? ഇവിടെയാണ് പല കമ്പനികളും നമ്മളെ പറ്റിക്കുന്നത്. ഡൈക്കിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് കൂളിംഗ് കിട്ടുന്നത് ഈ ഒരു എ സിക്കാണ്. ഈ 3 എ സികളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇക്കാര്യത്തിൽ ഡൈക്കിനാണ്. ഡൈക്കിന്റെ ട്രൂ 1.10 എ സിയിൽ നിങ്ങൾക്ക് കൃത്യം 5280 വാട്ട്സ് കൂളിംഗ് കപ്പാസിറ്റി ലഭിക്കും. അതായത് പെർഫെക്റ്റ് 1.10 150 മുതൽ 170 സ്ക്വയർ ഫീറ്റ് വരെയുള്ള മുറികളിൽ ഉച്ചസമയത്തെ കനത്ത ചൂടിൽ പോലും ഇത് വളരെ പെട്ടെന്ന് തണുപ്പ് എത്തിക്കും. ഡൈക്കിന്റെ കംപ്രസർ ടെക്നോളജിയും ലോക പ്രശസ്തമാണ്. ഇനി പാനസോണിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു കോംപ്രമൈസ് ഉണ്ട്. ഇതിന്റെ കൂളിംഗ് കപ്പാസിറ്റി 5100 വാട്ടാണ്. അതായത് യഥാർത്ഥ ടണ്ണേജ് കണക്കാക്കിയാൽ ഏകദേശം 1.45 ടൺ മാത്രമേ വരുന്നുള്ളൂ. പേരിന് 1.5 ടൺ ആണെങ്കിലും ഡൈക്കിനെ അപേക്ഷിച്ച് ഇതിൽ കൂളിംഗ് അല്പം കുറവായിരിക്കും. പക്ഷെ ഇവിടെ പാനസോണിക് ഗംഭീരമായ മറ്റൊരു തിരിച്ചുവരവ് നടത്തുന്നുണ്ട്. അത് ഇതിന്റെ എയർ ഫ്ലോയിലാണ്. തണുത്ത കാറ്റ് മുറിയുടെ എല്ലാ മൂലയിലും എത്തണം. പാനസോണിക്കിന്റെ എയർ ഫ്ലോ 703 CFM ആണ്. ഇത് വളരെ മികച്ചതാണ്. ഇതിലെ ബ്ലോവർ 41 ഇഞ്ചാണ്. മാത്രമല്ല സാധാരണ എ സികളിൽ 4 ഇഞ്ച് ഫ്ലാപ്പ് വരുമ്പോൾ പാനസോണിക് 4.5 ഇഞ്ച് ഫ്ലാപ്പ് നൽകുന്നുണ്ട്. 4 ഉള്ളതിനാൽ മുറിയുടെ 4 മൂലകളിലും തണുത്ത കാറ്റെത്തും. ബ്ലൂ സ്റ്റാറിലേക്ക് വന്നാൽ ഇതിന്റെ നോർമൽ കൂളിംഗ് 5100 വാട്ടാണ്. എന്നാൽ ഇതൊരു ഹെക്സാ ഇൻവെർട്ടർ എ സി ആയതുകൊണ്ട് തന്നെ പരമാവധി 5490 വാട്ട് വരെ കൂളിംഗ് നൽകാൻ ഇതിന് കഴിയും. അതായത് നല്ല ചൂടുള്ളപ്പോൾ കംപ്രസർ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കും. പെട്ടെന്ന് തണുപ്പിക്കാൻ ഇതിൽ ടർബോ കൂൾ മോഡും ഉണ്ട്. ഇതിന്റെ എയർ ഫ്ലോ 582 CFM ആണ്. ഇന്നത്തെ കാലത്ത് എ സി വാങ്ങുമ്പോൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു വാക്കാണ് കൺവെർട്ടബിൾ. ഇത് ശരിക്കും ഉപകാരപ്രദമാണോ? തീർച്ചയായും. മുറികളിൽ എത്ര ആളുകൾ ഉണ്ടെന്നതിനെ ആശ്രയിച്ച് എ സിയുടെ കപ്പാസിറ്റി മാറ്റാൻ ഇത് സഹായിക്കും. ഇതിലൂടെ കറണ്ട് ബിൽ വലിയ രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ പാനസോണിക് ആണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. 2026 പാനസോണിക്കിൽ 8-in-1 കൺവെർട്ടബിൾ മോഡുകളാണ് വന്നിരിക്കുന്നത്. 40% മുതൽ 100% വരെയുള്ള 8 ലെവലുകളും പെട്ടെന്ന് മുറി തണുപ്പിക്കാൻ ഒരു പവർഫുൾ മോഡും ഇതിലുണ്ട്. നിങ്ങൾ തനിച്ചാണ് മുറിയിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ 40% അല്ലെങ്കിൽ 50% കപ്പാസിറ്റിയിലിട്ടാൽ മതിയാകും. ബ്ലൂ സ്റ്റാറിൽ നമുക്ക് 5.1 കൺവെർട്ടബിൾ മോഡുകളാണ് ലഭിക്കുന്നത്. 40%, 60%, 80%, 100%. പിന്നെ ആളുകൾ കൂടുതൽ ഉള്ളപ്പോൾ ഉപയോഗിക്കാൻ 110 കപ്പാസിറ്റിയും ഇതിലുണ്ട്.
എന്നാൽ ഡൈക്കിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഡൈക്കിൻ എ സിയിൽ നമുക്ക് കൺവെർട്ടബിൾ മോഡ്സ് ഒന്നും തന്നെ ലഭിക്കുന്നില്ല. ഡൈക്കിൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് പ്യുവർ കൂളിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ എ സി എപ്പോഴും അതിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. കൺവെർട്ടബിൾ മോഡുകൾ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഡൈക്കിൻ ഒരു നിരാശയായിരിക്കും. ഇനി നമുക്ക് സ്മാർട്ട് ഫീച്ചേഴ്സ് നോക്കാം. ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൈക്കിൻ പൂർണ്ണമായും ഔട്ടാണ് എന്ന് തന്നെ പറയാം. ഡൈക്കിനിൽ വൈഫൈയോ സ്മാർട്ട് ആപ്പ് കൺട്രോളോ ഒന്നും തന്നെയില്ല. വെറും കൂളിംഗ് മാത്രമാണ് അവർ നൽകുന്നത്. എന്നാൽ പാനസോണിക്കും ബ്ലൂ സ്റ്റാറും തമ്മിൽ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. പാനസോണിക് എ സി അവരുടെ ആപ്ലിക്കേഷൻ വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോൾ വണ്ടിയിലിരുന്ന് എ സി ഓൺ ചെയ്യാം. നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും റൂം തണുത്ത് കിട്ടും. ഇന്ത്യയിലെ ആദ്യത്തെ മാറ്റർ എനേബിൾഡ് എ സിയാണിത്. അതായത് അലക്സ, ഗൂഗിൾ ഹോം, ആപ്പിൾ ഹോം കിറ്റ് എന്നിവയുമായി ഇത് എളുപ്പത്തിൽ കണക്ട് ചെയ്യാം. ബ്ലൂ സ്റ്റാറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാർ ഒട്ടും പിന്നിലല്ല. ഇതിലും ഇൻബിൽറ്റ് വൈഫൈ ഉണ്ട്. വോയിസ് അസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്യും. ഇതിനപ്പുറം ബ്ലൂ സ്റ്റാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ DGQ ഹെപ്റ്റ സെൻസറാണ്. ഇൻഡോറിലും ഔട്ട്ഡോറിലുമായി 7 തരം സെൻസറുകൾ ഇതിലുണ്ട്. ഇത് മുറിയിലെ താപനില വളരെ കൃത്യമായി മനസ്സിലാക്കി മികച്ച കൂളിംഗ് നൽകാൻ സഹായിക്കും. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ്റെനൻസും ഡസ്റ്റ് ബസ്റ്ററും നോക്കാം. നമ്മുടെ നാട്ടിലെ പൊടിശല്യത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇതിൽ പാനാസോണിക് കൊണ്ടുവന്ന ഒരു ഫീച്ചറാണ് വളരെ മികച്ചത്. അതായത് ഡസ്റ്റ് ബസ്റ്റർ. സാധാരണ എ സിയുടെ ഔട്ട്ഡോർ യൂണിറ്റിൽ പൊടി അടിയുന്ന സമയത്ത് കൂളിംഗ് കുറയുകയും കറണ്ട് ബിൽ കൂടുകയും ചെയ്യും. എന്നാൽ പാനസോണിക്കിൽ ഓരോ 8 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴും ഔട്ട്ഡോർ യൂണിറ്റിലെ ഫാൻ 3 മിനിറ്റ് നേരം എതിർദിശയിലേക്ക് ശക്തിയായി തിരിഞ്ഞ് കണ്ടൻസർ കോയിലുകളിലെ പൊടി പുറത്തേക്ക് തെറിപ്പിച്ചു കളയും. ഇത് ശരിക്കും വളരെ മികച്ച ഒരു ഫീച്ചറാണ്. ഫിൽറ്ററുകളുടെ കാര്യത്തിൽ എയർ ശുദ്ധീകരിക്കാൻ പാനസോണിക്കിൽ വളരെ സെൻസിറ്റീവായ PM 0.1 ഫിൽറ്റർ ഉള്ളപ്പോൾ ഡൈക്കിനിലും ബ്ലൂ സ്റ്റാറിലും PM 2.5 ഫിൽറ്ററാണ് നൽകിയിരിക്കുന്നത്. ഇനി കറണ്ട് ബില്ലും അതുപോലെ നോയ്സ് ലെവലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാനസോണിക്കിന്റെ ISER റേറ്റിംഗ് 5.80 ആണ്. ഏറ്റവും ഉയർന്ന റേറ്റിംഗുകളിൽ ഒന്നാണിത്. കമ്പനി പറയുന്നത് വർഷത്തിൽ 681 യൂണിറ്റ് മാത്രമേ ചിലവാകൂ എന്നാണ്. രാത്രി 24 ഡിഗ്രിയിൽ 8 മണിക്കൂർ പ്രവർത്തിപ്പിച്ചു നോക്കിയപ്പോൾ 2 യൂണിറ്റിൽ താഴെ മാത്രമാണ് ഇതിൽ കറണ്ട് എടുത്തിരിക്കുന്നത്. ഡൈക്കിനിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ICR വാല്യൂ വരുന്നത് 5.7 മുതൽ 6.6 വരെയാണ്. ഇത് വളരെ മികച്ച രീതിയിൽ വൈദ്യുതി ലാഭിക്കും. ബ്ലൂ സ്റ്റാറിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ICR റേറ്റിംഗ് വരുന്നത് 5.05 ആണ്. വാർഷിക ഉപയോഗം ഏകദേശം 783 യൂണിറ്റ് വരും. നോയ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാറിലെ ഹെക്സ ഇൻവെർട്ടർ കാരണം വളരെ സൈലന്റ് ആണ്. പാനസോണിക്കും ഡൈക്കിനും അത്യാവശ്യം സൈലന്റ് തന്നെയാണ്. വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള ജോലികൾ ചെയ്യുന്നവർക്ക് ഇവയുടെ ശബ്ദം ഒരു ശല്യമാകില്ല. ഇനി നമുക്ക് വാറന്റിയിലെ ചില കാര്യങ്ങൾ നോക്കാം. പലപ്പോഴും നിങ്ങളോട് കടക്കാർ വാറന്റി 5 വർഷവും 10 വർഷവും ഒക്കെ ആണ് എന്ന് പറയും. എന്നാൽ പാനസോണിക്കിലേക്ക് വന്നാൽ പ്രോഡക്റ്റിന് 1 വർഷത്തെ വാറന്റിയും 5 വർഷം PCBക്കും 10 വർഷം കംപ്രസറിനുമാണ് വാറണ്ടി കിട്ടുന്നത്. പക്ഷേ നിങ്ങൾ വെറും 499 രൂപ അധികം നൽകിയാൽ 6 വർഷത്തെ കോംപ്രഹെൻസീവ് വാറണ്ടി അധികമായിട്ട് പാനസോണിൽ ലഭിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് എടുത്തിരിക്കണം. ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സർവീസിന് വേണ്ടി ടെക്നീഷ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് ചാർജ് ആയിട്ട് 500 മുതൽ 750 രൂപ വരെ നിങ്ങൾ കൊടുക്കണം. ഗ്യാസ് ലീക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്യാസ് അടിക്കുന്ന പൈസയും നൽകേണ്ടി വരും. 2500 മുതൽ 3500 രൂപ വരെയൊക്കെ ഇതിന് ചിലവാകും. വാറണ്ടിയിൽ ഇത് കിട്ടില്ല. കംപ്രസർ അല്ലെങ്കിൽ കോയിൽ മാറുന്ന സമയത്ത് മാത്രമേ ഗ്യാസ് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. എന്നാൽ ഡൈക്കിലേക്ക് വന്നാൽ 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറണ്ടി ഡൈക്കിൻ നൽകുന്നുണ്ട്. PCBക്ക് 5 വർഷവും കംപ്രസറിന് 10 വർഷവും. പക്ഷേ ഇവിടെയും ലേബർ ചാർജും ഗ്യാസ് റീഫിൽ ചാർജും കസ്റ്റമർ തന്നെ നൽകണം. ബ്ലൂ സ്റ്റാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 1 വർഷത്തെ വാറണ്ടിയും PCBക്ക് 5 വർഷവും കംപ്രസറിന് 10 വർഷവുമാണ് വാറണ്ടി കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം ഏത് വാങ്ങണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങൾക്ക് സ്മാർട്ട് ഫീച്ചറുകളൊന്നും വേണ്ട, വൈഫൈ വേണ്ട, പക്ഷേ നല്ല കൂളിംഗ് വേണം, ഏറ്റവും ഈട് നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡൈക്കിൻ എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകൾ വേണം, ഫോൺ വെച്ച് AC കൺട്രോൾ ചെയ്യണം, കറണ്ട് ബിൽ ഏറ്റവും കുറയണം, ഒപ്പം ഡസ്റ്റ് ബസ്റ്റർ പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജിയും വേണമെങ്കിൽ പാനസോണിക് ആണ് മികച്ച ഓപ്ഷൻ. ഇനി മുറിക്ക് നല്ല ഭംഗി നൽകുന്ന പ്രീമിയം വുഡൻ ഡിസൈൻ വേണമെങ്കിൽ, അതുപോലെ മികച്ച സെൻസറുകളുള്ള കൃത്യമായ കൂളിംഗ് നൽകുന്ന ഒരു AC ആണ് വേണ്ടതെങ്കിൽ ബ്ലൂ സ്റ്റാർ Q സീരീസ് തിരഞ്ഞെടുക്കാം. ഈ ACകളുടെ ഏറ്റവും പുതിയ വില അറിയുന്നതിന് വേണ്ടിയിട്ടും ഓഫറുകൾക്കുമായി ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന അഫിലിയേറ്റ് ലിങ്കുകൾ പരിശോധിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.